ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ നാളെ എക്സാം ഉണ്ടല്ലേ നമുക്ക്. അപ്പൊ നമ്മള് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് റിവിഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയക്കുകയാണ്. നമ്മുടെ പാഠഭാഗം ആക്ടിവിറ്റി ബുക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ആക്ടിവിറ്റി ബുക്കിലുള്ള ഇതുവരെ പഠിച്ച പാഠങ്ങളൊക്കെ ഞാനൊന്ന് റിവൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ 1-2 തവണ കാണാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ഈ വീഡിയോ കണ്ടാൽ തന്നെ കുറെ സംശയങ്ങളൊക്കെ മാറുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗം ഒന്ന് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിന്റെ ഭാഗം ഞാൻ അതിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ സ്ക്രീന് വിസിബിൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പേജ് മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ പേജ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബുക്കിലെ 28ാമത്തെ പേജാണ്. അത് നമ്മൾക്ക് ആദ്യം ചെയ്യാനുള്ളത് തസ്രീഫാത്തുകളാണ്, സർഫ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റഅ എന്നുള്ള വേർഡാണ് എക്സാമ്പിൾ കൊടുത്തത്. റഅ എന്ന് പറഞ്ഞാല് കണ്ടു എന്നർത്ഥം അല്ലെ. അപ്പൊ റഅന്റെ ഒരാള് കണ്ട റഅ എന്ന് പറയും. രണ്ടാള് കണ്ട്, രണ്ട് പുരുഷന്മാരാണ് കണ്ടതെങ്കിൽ റഅയാ എന്ന് പറയും. റഅയാ. രണ്ടിലധികം ആളുകൾ, കുറെ പേര് കണ്ടാലോ റഅൗ എന്ന് പറയും. പിന്നെ അത് നമ്മളന്ന് പഠിച്ചതാണ്. പിന്നെ ഇത് സ്ത്രീകളാണ്. രണ്ടാമത്തെ ലൈന് അവർ കുറെ സ്ത്രീകൾ. അവൾ കണ്ടു എന്നാണെങ്കിൽ റഅത്ത്. റഅത്ത എന്ന് പറഞ്ഞാല് ദേ ബോത്ത്, സ്ത്രീകൾക്ക് വേണ്ടി പറയും. റഅയ്ന അവർ കുറെ ആളുകളെ കണ്ടു. അപ്പൊ അത് നോട്ട്ബുക്കിൽ നമ്മളന്ന് എഴുതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ മീനിങ് കാര്യങ്ങളൊക്കെ. അപ്പോ അതാണ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാ സർഫ് ചെയ്യുന്നത്? റഅ റഅയ റഅൗ, റഅത്ത റഅത റഅയ്ന. അത്രയും കഴിഞ്ഞാൽ അവരൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളാണ് അടുത്തത്. റഅയ്ത നീ കണ്ടു, റഅയ്തുമ നിങ്ങൾ രണ്ടുപേര് കണ്ടു, റഅയ്തു നിങ്ങൾ കുറെ പേര് കണ്ടു, റഅയ്തി നീ ഒരു സ്ത്രീ കണ്ടു, റഅയ്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ കണ്ടു, റഅയ്തുന നിങ്ങൾ കുറെ സ്ത്രീകൾ കണ്ടു, റഅയ്തു ഞാൻ കണ്ടു, റഅയ്ന ഞങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബക്ക എന്നുള്ളതാണ്. ബക്ക എങ്ങനെ വരും? അപ്പൊ റമ പോലെ തന്നെ വരും അല്ലെ, റഅ പോലെ തന്നെ വരും. റഅ റഅയ റഅൗ, ബക്ക ബക്കയ ബക്കൗ, റഅത്ത് റഅത റഅയ്ന, ബക്കൈത ബക്കത്ത് ബക്കത്ത ബക്കൈന. പിന്നെ റഅയ്ത റഅയ്തുമ റഅയ്തു എന്നുള്ളതില് ബക്കൈത ബക്കൈത്തുമ ബക്കൈത്തും. പിന്നെ ബക്കൈത്തി ബക്കൈത്തുമ ബക്കൈത്തുന്ന ബക്കൈത്തു ബക്കൈന. ഇനി അത് റമയാണെങ്കിലോ റമ റമയ റമൗ, റമത്ത് റമത്ത റമൈന, റമൈത്ത റമൈത്തുമ റമൈത്തും, റമൈത്തി റമൈത്തുമ റമൈത്തുന്ന റമൈത്തു റമൈന. ഇപ്പൊ റമയോ അല്ലെങ്കിൽ ബക്കയോ ഒക്കെ പോലെയുള്ള ഫീലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നാളെ ഇതേപോലെ അതിന്റെ തസ്രീഫാത്തുകൾ എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പുള്ളതല്ല കേട്ടോ ഒന്നും പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഒന്നെങ്കിൽ ഇതേ സെയിം വേർഡ് ആയിരിക്കും, അല്ലെ ഇതേ പാറ്റേണിൽ വരുന്ന വേറെ ഏതെങ്കിലും വേർഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പാറ്റേൺ പഠിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. അടുത്തത് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ പിക്ചർ കൊടുത്തിട്ട് ഇവിടെ ഇപ്പൊ ഉദാഹരണം കൊടുത്ത യജ്ലിസുൽ ബബ്ഗാഉ അലൽ ഗുസ്നി എന്നുള്ളതാണ് ഫസ്റ്റത്തെ ശരി അല്ലെ. തത്ത എന്ത് ചെയ്യുന്നു? കൊമ്പിന്റെ മുകളിൽ ഇരിക്കുന്നു. ഞാൻ അതിൽ ശരി മാത്രം വായിക്കണേ. രണ്ടാമത്തത് ഈ ഇവിടെ ക്രെയിൻ ഉണ്ടല്ലേ, ക്രെയിനിന്റെ കൊക്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട്, അത് ഫിഷ് ആണ്. അപ്പൊ അതിനെങ്ങനെ വായിക്കുക? അതിന്റെ അറബി എന്താ വരിക? ഫി മിൻഖാറിൽ ലഖ്ലഖി സമക്കുൻ. അതാണ് അവിടെ ശരിയായിട്ട് വരുന്ന ഭാഗം. ഓക്കെ, അതില് ഇവിടെയാണ് ശരി വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ ശരി മാത്രം വായിക്കുന്നുള്ളേ. യുഗന്നി അൽ ബുൽബുലു. ഇവിടെ ഒന്നാമത്തത് യർക്കുസ് ആണ്, നൃത്തം ചെയ്യുന്നു എന്നാണ്. അത് ശരിയല്ല. ബുൽബുല് നൃത്തം ചെയ്യുന്നൊന്നുമില്ല. ഫോട്ടോ നമുക്ക് നോക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ പാട്ട് ചിലപ്പോൾ പാടുന്നുണ്ടാവാം. യുഗന്നി അത്താഊസു. ഇവിടെ പീക്കോക്ക് അല്ലല്ലോ ഉള്ളത്. ഇവിടെ ഉള്ളത് എന്താണ്? സ്പാരോ ആണ്, ഒരു കോയലാണ്. ദെൻ ഇറ്റ് ഇസ് ബുൽബുൽ. ഓക്കെ, കുയിലാണ്. അതിന് ബുൽബുൽ എന്ന് പറയും. അപ്പൊ അതില് യുഗന്നി അൽ ബുൽബുൽ എന്നാണ് ശരി. ഇവിടെ ആപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫാളിങ് ഡൗൺ ആണ്, വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്? തസ്ഖുത്തു തുഫാഹത്തു മിന ഷജറത്തി. തസ്ഖുത്തു എന്ന് പറഞ്ഞാൽ വീഴുന്നു എന്നർത്ഥം. ഈസ് ഫാളിങ് എന്നുള്ള അർത്ഥം വരും. അപ്പൊ അവിടെ ചിത്രത്തില് അവിടെ മരത്തിന്റെ മുകളിലുണ്ട്, അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫാളിങ് ഉണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തത് എന്തൊക്കെയാണ്? തസ്ഖുത്തു തുഫാഹത്തു മിന ഷജറത്തി, ആപ്പിള് അതിന്റെ മരത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്നു. യൻഖുറു അൽ ഖുറാബ്, മാഞ്ച, കാക്ക മാങ്ങ കൊത്തുന്നു. യസ്ഖുത്തുൽ മാഞ്ച മിന ഷജറ, മാങ്ങ മരത്തിൽ നിന്ന് വീഴുന്നു. അപ്പൊ ഇവിടെ തസ്ഖുത്തു തുഫാഹത്താണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇത് ചിലപ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഞാൻ നിങ്ങളോട് ചിലപ്പോ എന്ത് ചോദിക്കും എന്ന് പറഞ്ഞാല്
തസ്ഖുത്തു തുഫാഹത്തു, ഉദാഹരണത്തിന് ഞാൻ ഇത്ര ഭാഗം കൊടുത്തിട്ട് ഈ ഭാഗം ബ്രാക്കറ്റ് കൊടുക്കും. മിന ഷജറത്തീന്നോ അല്ലെങ്കിൽ അലൽ വറഖീന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഈ സെന്റൻസുകൾ കറക്റ്റ് നോക്കുക. ഇതിലെ കറക്റ്റ് വന്നിട്ടുള്ള സെന്റൻസുകൾ ഒന്നുകൂടി രണ്ടു വട്ടം വായിച്ചു നോക്കുക. എന്നിട്ട് അതിന്റെ മീനിങ് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ അതേപോലെയുള്ള മറ്റ് സെന്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വായിച്ച അർത്ഥം പറയാൻ പറ്റണം എന്നുള്ളതാണ് ആവശ്യം. ഓക്കെ, അടുത്തത് ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ക്ലിയർ ആവുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നുറത്തിബുൽ കലിമാത്ത് ഹത്താ തകൂന ജുംലത്ത്, ഒരു ജുംല പൂർത്തിയാവുന്നത് വരെ, അതായത് ഒരു കറക്റ്റ് മീനിങ് ഫുൾ സെന്റൻസ് കിട്ടുന്നത് വരെ അതിനെന്ത് ചെയ്യുക, ഓർഡറിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ രണ്ടു നിലത്തിന് ഞാൻ പറയാം, ബാക്കി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അസ്സഅലബു അഷ്ജറത്ത് ജാഅ ഇല, അഷ്ജറത്ത് അസ്സഅലബ് ജാഅ ഇലയാണ്. അല്ല, നമുക്ക് ആദ്യം സഅലബിനെ കൊണ്ടുവരാം. സഅലബ് ഇസ് 1, then സഅലബു ജാഅ 2 കൊടുക്കാം, മൂന്നാമത്തത് ഇല എന്ന് കൊടുക്കാം. അപ്പൊ ജാഅ സഅലബു ഇല, അല്ലെ സഅലബു ജാഅ ഇല. ശരിക്കും ഗുഡ് എന്താന്ന് പറഞ്ഞാല് ശരിക്കും ജാഅ ആദ്യം കൊടുക്കണാണ്, വെർബ് ഫസ്റ്റ് കൊടുക്കണാണ് ബെറ്റർ. സോ ഫസ്റ്റ് വൺ ഈസ് ജാഅ, then second one is സഅലബ്, then third one is ഹർഫ്, then fourth one is ഷജറത്ത്. ജാഅ സഅലബു ഇല അഷ്ഷജറ. ഓക്കെ, അപ്പൊ അതേപോലെ എന്ത് ചെയ്യാനുള്ളത്, ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നിന്നൊക്കെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് അത് എഴുതുക എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടിയ വാക്കുകൾ എഴുതാനാണ്. ഇതിന് ചിലപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ചാൻസ് കുറവാണ് ഇത് വരാനുള്ള. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കഥയും പാഠഭാഗമൊന്നും തരാനുള്ള അവസരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. പുതിയ കഥ ഈ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ തരുന്നില്ല. ഒരു ശരിക്കും ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൽ കാണുന്ന വേർഡ്സുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അഥവാ ചോദ്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. ഒരു പിക്ചർ തരും, എന്നിട്ട് ആ പിക്ചറിൽ എന്തായിരിക്കും, കുറെ ഇമേജസ്, കുറെ തിങ്സ് ഉണ്ടാവും. ലൈക്ക് there will be some farmer, then and sun, ജിബാൽ, അങ്ങനെ കുറെ വസ്തുക്കൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ പേരുകൾ ഇങ്ങനെ എഴുതാനാണ്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3 വേർഡുകൾ പരിചയപ്പെടാം. ഷഖ്സിയാത്തുൽ ഖിസ്സ പറഞ്ഞാല് അതിലെ ക്യാരക്ടേഴ്സ് ആണ്. മക്കാനുൽ ഖിസ്സ പറഞ്ഞാൽ ഈ കഥ എവിടെയാണ് നടക്കുന്നത്, അതിന്റെ പ്ലേസ് ആണ്. ദെൻ കലിമാത്ത് ഫിൽ ഖിസ്സ പറഞ്ഞാൽ അതിൽ വന്ന ബാക്കിയുള്ള വേർഡുകൾ ഉണ്ടല്ലോ, വേറെ കുറെ വേർഡുകൾ നമുക്കൊരു കഥക്ക് വേണ്ടി വരും അല്ലെ. ചിലപ്പോ കടിച്ചുന്നോ, കയറിന്നോ, ഓടിന്നോ, അങ്ങനത്തെ വേർഡുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. അതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അതേതായാലും ക്വസ്റ്റ്യൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്, സമയമില്ലാത്തതുകൊണ്ട്. അടുത്തത് ഇത് നമുക്ക് എന്ത് ചെയ്യാനാണ്, ജസ്റ്റ് ഇവിടെ ചേർത്ത് വായിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോ അന്നംലത്തു ഫിൽമ നുക്കമ്മിലുൽ ഫറാഖ് ബിൽ ഫിഅലിൽ മുനാസിബ്. പക്ഷെ ഇവിടെ കൊടുത്ത എന്താ പറഞ്ഞാല് എല്ലാം ഓർഡറിൽ തന്നെ, കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തത് സഖത്തത് അന്നംലത്തു ഫിൽമ ഈസ് കറക്റ്റ്. ആൻഡ് ഡാഷ് അന്നംലത്തു സായിദൂനി, ഖാലത്തിൻ നംലത്തു സായിദൂനി, ഉറുമ്പ് പറഞ്ഞ എന്നെ സഹായിക്കണേന്ന്. പിന്നെ വജദത്തിൽ ഹമാമത്തു അന്നംലത്ത ഫിൽമ, പ്രാവ് ഉറുമ്പിനെ വെള്ളത്തിൽ കണ്ടു. വലഅത്തിൽ ഹമാമത്തു വറഖത്തൻ ഇലൽ മാ, അപ്പൊ എന്ത് ചെയ്തു, പ്രാവ് ഒരു ഇല എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. റക്കിബത്തിൻ നംലത്തു അലൽ വറഖ, അപ്പൊ എന്ത് ചെയ്തു, നംല വറക്കന്റെ മുകളിൽ കയറി പോന്നു. അപ്പൊ ആ വാക്കുകളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് സെയിം വാക്കുകളായിട്ട് തന്നെയാണ് കൊടുത്തത്. ഇഫ് ഞാൻ നാളെ ഇത് തല തിരിച്ച് ഉൾട്ടായിട്ട് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ കറക്റ്റ് ഉള്ളത് എഴുതാൻ പറ്റണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് അതിൽ പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മൾ ചെയ്യാൻ എളുപ്പമുള്ള സംഗതിയാണ്. അത് സുൽ ബൈനൽ അമൂദൈൻ ആണ് അല്ലെ, ചേരുംപടി ചേർക്കാന്ന് പറഞ്ഞതാണ്. കാനത്തിൽ അൽ ഹമാമത്തു ജാലിസത്ത്, ഹമാമത്ത് ഇരിക്കുന്നത് എവിടെയായിരുന്നു, ഫൗഖ ഊസ്നി ഷജറ, ഒരു മരത്തിന്റെ മുകളിലായിരുന്നു. സവബ സയ്യാദു അസ്സഹമ, ഈ വേട്ടക്കാരൻ ഹണ്ടർ എന്ത് ചെയ്തു, അയാളുടെ ആരോ നല്ല ഷാർപ്പ് ആക്കിയിട്ട് ഇങ്ങനെ എയിം ചെയ്ത് വെച്ചു. എങ്ങോട്ട്, നഹ്വൽ ഹമാമ, പ്രാവിന്റെ അടുത്തേക്ക്. തസല്ലഖൻ നംലു, ഉറുമ്പ് ഇങ്ങനെ, തസല്ലക്ക പറഞ്ഞാല് ഇങ്ങനെ കയറി പോയി എന്നുള്ളതിനാണ് തസല്ലക്ക എന്ന് പറയാം. എവിടേക്കാ കയറിയത്, റിജില സയ്യാദി, വേട്ടക്കാരന്റെ കാൽമല് കയറി. ദെൻ സാഹ സയ്യാദ് ബിൽ അലം, സയ്യാദ് എന്ത് ചെയ്തു, സ്വാഹ പറഞ്ഞാല് വളരെ ലൗഡില് ഒച്ച ഉണ്ടാക്കി കരയുന്നതാണ് സ്വാഹ പറയണത്. ഓക്കെ, അപ്പൊ കരഞ്ഞു. പിന്നുള്ളത് നമുക്ക് കഥ പറയാന്നുള്ളൊരു ഭാഗമാണ്. അത് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് നാളെ ഒരു ചോദ്യം ഉണ്ടാവും. എങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം, ഉറപ്പൊന്നും ഞാൻ പറയില്ല, പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് ചിലപ്പം ഏതെങ്കിലും ഒരു
വോയിസ് കേൾക്കാൻ പറയും. എന്നിട്ട് ആ വോയിസ് കേട്ടിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള വേർഡുകൾ എഴുതാൻ പറയും. അപ്പൊ നമ്മൾ ഇതൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. കുറെ ചിത്രം നോക്കിയിട്ട് കഥ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പിന്നെ വോയിസ് കേട്ടിട്ട് അതിലുള്ള സംഗതി എന്താന്ന് എഴുതുന്നു, അതൊക്കെയാണുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയ പ്രസംഗത്തിന്റെ ഭാഗം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതാരും നോക്കണ്ട. ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഇപ്പൊ വേണ്ട, നമുക്ക് ക്ലാസ്സിൽ വോയിസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് കഥയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ഞാൻ ചോദിക്കൂല എന്ന് ആദ്യം പറഞ്ഞുതരാം. നസ്മഉ ഖിസ്സത അൽ അർണബ് ഖിസ്സ എന്ന് പറഞ്ഞ ഉസ്താദിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ട് അതിനുള്ള കഥയിൽ മനസ്സിലായ സംഗതികളൊക്കെ എന്ത് ചെയ്യാനുള്ളതാണ്, എഴുതാനുള്ള ചോദ്യമാണ്. അപ്പൊ അത് നമുക്ക് ക്ലാസ്സിൽ നാളെ എക്സാമിന്റെ ഇടയിൽ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും ഇത്. എന്ത്, പിന്നെ ഇതിന്റെയൊക്കെ പേരുകൾ അറബിയിൽ പഠിച്ചു വെക്കാം. ഈ മൂന്നാമത്തത് കാണുന്നത് കാടാണ് കേട്ടോ. ഗുഹയോ അല്ലെങ്കിൽ കാടോ ആണ്. എന്തായാലും കാടിന് നമ്മൾക്ക് എന്ത് പറയാം, അൽ ഗാബത്ത് എന്ന് പറയാം. കാടിന് എന്താ പറയാ, അൽ ഗാബ. ഓക്കെ, ശരി. പിന്നെ ഇത് പഠിച്ചു വെക്കണം. ഇതിൽ ഓരോന്നും ആരൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത്. ഇന്ന് നീ എന്റെ എന്താണ്, പ്രയാണ്, ഇരയാണ് എന്ന് ആരാ പറഞ്ഞത്? ഏതോ ഒരാളോട് ആരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരാ നിങ്ങൾ പറയണം. നമ്മളോട് എഴുതിയിട്ടുണ്ട്, അസദാണ് പറഞ്ഞത്. ദെൻ നീ എങ്ങനെ, കൈഫ ദഖൽത ഫീഹി വ അൻത കബീർ, നീ ഇത്ര വലുതാവുമ്പോ എങ്ങനെയാ കേജിന്റെ ഉള്ളിൽ കയറിയത് എന്ന് ചോദിച്ചത് ആരാ? സിംഹത്തോടാണ് ചോദിച്ചത്. പക്ഷെ ആരാ ചോദിച്ചത്? തഅലബാണ് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ നാളെ ചോദ്യം വരും, എന്ത്, ഇത് ആര് പറഞ്ഞ വാക്കാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പറയാൻ കിട്ടണം ഇത് എന്ന ആളെ വാക്കാണെന്നുള്ളത്. ഓക്കെ. ദെൻ ഇന്നക തുഅദിബുൽ ഹയവാനാത്ത് വ തഅകുലുഹും, നീ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ കൂട്ടിൽ കയറി കിടക്കുന്ന സിംഹം പിന്നെ മുയലിനോട് പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അപ്പൊ മുയൽ ചോദിക്കുന്നതാണ് എന്ത്, നീ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും അവരൊക്കെ തിന്നുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആര് ചോദിക്കണാണ്? മുയൽ ചോദിക്കണം. അപ്പൊ മുയലിനോട് ഇനി ഞാൻ തിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടാൻ നോക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങിയ ഉടനെ പറയുന്നത് എന്താണ്, അൻത ഫരീസത്തി അൽ ഉല, നീയാണ് എന്റെ ഫസ്റ്റ് ഇര എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ അർണബിനെ തിന്നാൻ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറുക്കൻ വന്നിട്ട് അർണബിനെ രക്ഷിക്കുന്നുണ്ട്. ആ കഥയായിരുന്നു നമുക്ക് പഠിച്ചത്. അടുത്തത് ഈ കഥയുടെ ഒരു ഓർഡർ കറക്റ്റ് ആക്കി എഴുതാനുള്ളതാണ്. നിങ്ങളത് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓരോ ലൈന് നോക്കിയിട്ട് അതിന്റെ എന്ത് ചെയ്യാം, ഓർഡർ ആക്കാം. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് പല ഓർഡറിൽ സെന്റൻസുകൾ തന്നിട്ട് അതിനെ ഓർഡർ ആക്കിയിട്ട് എഴുതാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. സെയിം കഥ തന്നെ ആവണം എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ ഉറുമ്പിന്റെ കഥ ആയിരിക്കാം, ചിലപ്പോൾ ഈ കഥ ആയിരിക്കാം. ഏത് കഥ കിട്ടിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. കാരണം സെന്റൻസ് വായിച്ചിട്ട് അത് ഓർഡർ ആക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. ദെൻ നെക്സ്റ്റ് കഥ പറയാനാണ്, അത് വേണ്ട. ദെൻ പിന്നെ വരുന്നത്, ഓക്കെ, ഈ ഭാഗം നോക്കാം. ഇതെന്താണ്, ലഇബ, അതിന്റെ ഇസ്മു ഫാഇൽ വരുന്നതാണ്. ലഇബ നാജിദൻ ഫിൽ മൈദാൻ, നാജിദ് മൈതാനത്തിൽ കളിച്ചു. അപ്പൊ അവൻ കളിക്കാരനാണ്. അവൻ കളിക്കാരനെന്ന് എങ്ങനെ പറയാ? ഹുവ ലാഇബുൻ, അല്ലെ? ഹുവ ലാഇബുൻ പറയും. പിന്നെ ജലസത്ത് ഫാത്തിമത്തു അലൽ കുർസി, ഫാത്തിമ കസേറിന്റെ മുകളിൽ ഇരുന്നു. അപ്പൊ അവൾ എന്താണ്, ഇരിക്കുന്ന ആളാണല്ലോ, അതിനെന്ത് പറയും? ജാലിസത്തുൻ. ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ, ദെൻ ആ പോകുന്ന ആൾക്ക് എന്ത് പറയും? ദാഹിബുൻ. ഖറഅത്ത് ഖാരിഅത്തുൻ, ദറസ ദാരിസുൻ, ദെൻ ദറസത്ത് ദാരിസത്തുൻ, അങ്ങനെ മാറും. പിന്നെ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ഇത് അല്ലമ യുഅല്ലിമു, അതിന്റെ ഇസ്മു ഫായില് വരിക മുഅല്ലിം എന്നാണ്. അല്ലമ പറഞ്ഞാൽ പഠിപ്പിച്ചു, യുഅല്ലിം പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്ന ആൾക്ക് എന്ത് പറയും? മുഅല്ലിം പറയും. ആണാണെങ്കിൽ മുഅല്ലിം പറയും, സ്ത്രീ ആണെങ്കിലോ മുഅല്ലിമത്ത്. അതുകൊണ്ടാണ് അബി മുഅല്ലിമുൻ ഉമ്മി മുഅല്ലിമത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ദറബ ഇതേ കാറ്റഗറിയിൽ വരുന്ന ഫിഅലാണ്. അക്ഷരങ്ങൾ നോക്കൂ. ഒന്നാമത്തെ അക്ഷരം ഫ അ ല, ഫ അല എന്ന് പറയും പോലെയാണ്. അല്ലമ, ദറബ, ഫത്തഷ, സവ്വറ. നടുവത്തെ അക്ഷരത്തിനൊക്കെ ശബ്ദം വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്താണ്, ആദ്യത്തെ അവസാനത്തെ അക്ഷരമൊക്കെ ആ എന്നുള്ള ശബ്ദമാണ്. ഫ അല, അല്ലമ, ദറബ. അപ്പൊ അതിന്റെ മുളാരി എങ്ങനെ വരിക? യുഅല്ലിമു, യുദർരിബു, യുഫത്തിഷു, യുസവ്വിറു. ഓക്കെ. പിന്നെ അതിന്റെ ഇസ്മു ഫായിൽ അഥവാ ചെയ്യുന്ന ആൾക്ക് എന്താ പറയാ? അല്ലമ യുഅല്ലിമു മുഅല്ലിം, പുരുഷനാണെങ്കിൽ മുഅല്ലിം, സ്ത്രീ ആണെങ്കിൽ മുഅല്ലിമത്ത്. ദറബ യുദർരിബു മുദർരിബ്, മുദർരിബത്ത്. ഫത്തഷ് യുഫത്തിഷു മുഫത്തിഷ്, മുഫത്തിഷത്തുൻ. സവ്വറ യുസവ്വിറു മുസവ്വിറുൻ, മുസവ്വിറത്തുൻ. മറള യുബർരിളു മുബർരിളുൻ, മുബർരിളത്തുൻ. Then the last one, ഇതാണ് അവസാനത്തത്. ഇവിടെ ഹസ്സന, ജവ്വദ, അല്ലമ, ഖത്തഅ, റത്തബ, സയ്യന, ഹവ്വന എന്നൊക്കെ ഉള്ളത് ബ്ലൂ കളറിൽ കൊടുത്തത് കാണാം.
അപ്പൊ ആ വേർഡുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഓർഡർ ഫോം ഉണ്ടാക്കണം, അതിന്റെ കൽപ്പന ഉണ്ടാക്കണം. അപ്പൊ യാ ഉമർ, ഉമറെ ഹസ്സിൻ അഅ്മാലക്, നീ നിന്റെ വർക്കൊക്കെ പ്രവർത്തനമൊക്കെ എന്ത് ചെയ്യുക? നല്ല പ്രവർത്തനങ്ങളാക്കുക. അതിന് ഹസ്സിൻ എന്ന് പറയും. അപ്പൊ ഹസനയുടെ അമ്ര എന്താണ്? ഹസ്സിൻ. അപ്പൊ കിറാഅത്ത് നല്ലതാക്കാൻ എന്താ പറയും? ജവ്വിദ്. ജവ്വദ എന്നുള്ള ഫീലായിരുന്നു, അതിന് നമ്മൾ അമ്രാക്കുമ്പോ എന്തായി? യാ വലദ് ജവ്വിദിൽ ഖിറാഅ. യാ മുഹമ്മദ് അല്ലിം ഔലാദക സിബാഹ, മുഹമ്മദ് നീ എന്ത് ചെയ്യാ? മക്കൾക്ക് ഔലാദക്, ഔലാദക് പറഞ്ഞാൽ നിന്റെ മക്കൾക്ക് അസിബാഹ, സിബാഹ നീന്തം, നിന്റെ മക്കൾക്ക് നീ നീന്തം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. യാ മുഹമ്മദ് അല്ലിം അസിബാഹ. യാ നസീം, നസീമെ ഖത്തി അൽ അനാനസ്, നീ എന്ത് ചെയ്യാ? ആപ്പിള്, സോറി പൈനാപ്പിൾ എന്ത് ചെയ്യാ? മുറിക്കും. അപ്പൊ അങ്ങനെ റത്തബക്ക് റത്തിബ്, സയ്യനക്ക് സയ്യൻ, ഹവനക്ക് ഹവ്വിൻ, ഫറക്കാക്ക് ഫർറിഖ്, ഇങ്ങനെയാണ് എന്ത് ചെയ്യാ? ഇതിന്റെ ഒരു ഓർഡർ വരിക. അത്രയും ഭാഗത്തു നിന്നാണ് നമുക്ക് നാളെ എന്ത് ചെയ്യാ? പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ ഞാൻ ചോദിച്ച ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ എന്ത് ചെയ്യാം? ഈ വീഡിയോ വീണ്ടും വീണ്ടും വേണമെങ്കിൽ കണ്ടു നോക്കാം. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ. അത് ഞാൻ സമയം കിട്ടുന്നത് പോലെ അതിന് മറുപടി തരാം. നാളെ എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ എഴുതുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല മാർക്കുകൾ ലഭിക്കട്ടെ, കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ, പഠിച്ചത് ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതിന്റെ ഉപയോഗത്തിൽ കൊണ്ടുവരാനും ഒക്കെ ഉള്ള തൗഫീക്ക് പഠിച്ച നമ്പർ നമുക്ക് ഏവർക്കും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.